നമസ്കാരം. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ പാലിക്കാത്ത കാരണത്താൽ ദിവസവേതനത്തിൽ നിയമനാംഗീകാരം ലഭിക്കുകയും പിന്നീട് ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ പാലിച്ചതിനെ തുടർന്ന് നിയമനം റെഗുലറൈസ് ചെയ്യുമ്പോൾ അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക എൻക്യാഷ് ചെയ്യുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 സർക്കുലറാണ് നിലവിലുള്ളത്. സർക്കുലർ നമ്പർ 24,754/2025 H2 തീയതി 4/12/2025 സർക്കുലർ നമ്പർ 7/2021 തീയതി 27/1/2021 ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിയമനം റെഗുലറൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കുടിശ്ശിക. സ്പാർക്കിൽ ശമ്പളത്തിൽ നിന്നും അധ്യാപകർ ദിവസവേതനത്തിൽ കൈപ്പറ്റിയ തുക കുറച്ച് ബാക്കി തുകയാണ് ഇനിയും അനുവദിക്കുന്നത്. ദിവസവേതനമായി കൈപ്പറ്റിയ തുക മുഴുവനും തിരിച്ചടച്ചാൽ മാത്രമേ റെഗുലറൈസ് ചെയ്യുമ്പോൾ ശമ്പള സ്കെയിലിൽ ശമ്പളം നൽകാൻ പാടുള്ളൂ എന്ന് നിലവിൽ നിയമമൊന്നും ഇല്ല. ശമ്പള കുടിശ്ശിക നൽകുമ്പോൾ 27/1/2021 7/2021 ധനകാര്യ വകുപ്പിൻ്റെ സർക്കുലർ പ്രകാരം നടപടി സ്വീകരിക്കേണ്ടതാണ്. ധനകാര്യ വകുപ്പിൻ്റെ 7/2021 സർക്കുലറിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നിയമനാംഗീകാരം ലഭിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാരിൽ പെൻഷൻ പറ്റിപ്പോയവർ, PF അംഗത്വം നിർബന്ധമല്ലാത്തവർ എന്നിവരൊഴിച്ചുള്ളവരുടെ മുൻകാല ശമ്പള കുടിശ്ശിക നിലവിലുള്ള PF അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ്. എയ്ഡഡ് സ്കൂളിലെ അംഗീകാരം ലഭിക്കാതിരുന്ന മുൻകാല നിയമനങ്ങളിൽ പിന്നീട് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ കാലയളവിലെ ശമ്പള കുടിശ്ശിക നിർബന്ധമായും അവരുടെ PF അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതാണെന്നും ഈ തുക ജീവനക്കാർക്ക് നിയമന അംഗീകാരം നൽകിയ ഉത്തരവിൻ്റെ തീയതി മുതൽ 5 വർഷം കഴിഞ്ഞ് മാത്രമേ PFൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്കും PF അംഗത്വം നിർബന്ധമല്ലാത്തവർക്കും നിലവിൽ PF ഇല്ലാത്ത പാർട്ട് ടൈം ടീച്ചർമാർക്കും ശമ്പള കുടിശ്ശിക അവരവരുടെ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി അക്കൗണ്ടിൽ എൻക്യാഷ് ചെയ്ത് സ്വീകരിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ നിയമന തീയതി മുതൽ നിയമന അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ തീയതി വരെയുള്ള ശമ്പള സ്കെയിലിൽ ലഭിക്കേണ്ട തുകയിൽ നിന്നും പ്രസ്തുത കാലയളവിൽ ദിവസവേതനത്തിൽ കൈപ്പറ്റിയ തുക കുറവ് ചെയ്ത് ബാക്കി കുടിശ്ശികയാണ് ഇപ്പോൾ PFൽ ലയിപ്പിക്കേണ്ടത്. ഇത് 5 വർഷം കഴിയുമ്പോൾ PFൽ നിന്നും പിൻവലിക്കാവുന്നതുമാണ്. ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ സ്പാർക്ക് സംവിധാനത്തിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടാൽ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറെയോ സ്പാർക്ക് നോഡൽ ഓഫീസറുമായോ ബന്ധപ്പെടേണ്ടതാണ്. ദിവസവേതനമായി വാങ്ങിച്ച തുക റെഗുലറൈസ് ചെയ്ത ജീവനക്കാർക്ക് പെൻ നമ്പർ ലഭിച്ചതിന് ശേഷം സ്പാർക്കിൽ സാലറി മാറ്റേഴ്സിൽ മാനുവലി ഡ്രോൺ എന്ന ഓപ്ഷൻ വഴി ക്രമീകരണം നടത്താവുന്നതാണ്. താങ്ക് യു.